കോഴികളക്കുടി എന്ന് പറഞ്ഞ ആദിവാസക്കുടി അടുത്തുള്ള കള്ളിപ്പാറ എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇവർ പരമ്പരാഗത രീതിയിൽ ട്രഡീഷണൽ ഫുഡ് മീൻസ് കുമ്പം കാച്ചാന്ന് പറയും. മുളയ്ക്കകത്ത് കപ്പ ചിക്കൻ നിറച്ച് അവരുടെ രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന മസാല ഒന്നും ഉപയോഗിക്കത്തില്ല. അവർ ഇഞ്ചിയൊക്കെ കല്ലെ വെച്ച് ചതച്ച രീതിയിൽ പ്രത്യേക രീതിയിൽ കുക്ക് ചെയ്യുന്നതാണ് കാണുന്നത്. മുളയ്ക്കകത്ത് മുളയ്ക്കകത്ത് അവർ കപ്പയും ചിക്കനും നിറയ്ക്കുന്നു. അതിനകത്ത് വെള്ളം ആഡ് ചെയ്യത്തില്ല. ആ മുളയിലുള്ള വെള്ളം കൊണ്ട് തന്നെയാണ് ഈ സംഭവം കുക്കാകുന്നത്. അതിൻ്റെ പുറത്ത് നമ്മൾ കണ്ടുവരിക എന്ന് പറഞ്ഞിട്ട് അത് ആ കരിഞ്ഞ ഭാഗമൊക്കെ കാണിട്ട് അത് കുക്കായി ഓൾറെഡി ഇതിൻ്റെ മണ്ടക്കിടക്കൊണ്ട് ആവി വരുന്നത്. അത് കപ്പയാണിത്. ഇത് ചിക്കനാണ് കണ്ടോ. വെന്തു എന്നുള്ളത് തെളിവാണ് കാണിക്കുന്നത്. ആവശ്യം അതെടുത്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ അവരുടെ ഉപജീവന മാർഗ്ഗമാണിത്. ഗസ്റ്റുകൾ അവരുടെ വാങ്ങുന്നു, വാങ്ങി കഴിക്കുന്നു. അവരെവിടെയാണ് താമസിക്കുന്നത്? കപ്പയ്ക്കും ചിക്കനോട് കൂടി 250 രൂപയാണ് വരുന്നത്. അവരുടെ വീട് എവിടെ? ഇവിടെ തന്നെയാണ്. ഇവിടുന്ന് ഒരു നമ്മൾ ആ ആദിവാസി കൂടി ക്രോസ് ചെയ്താണ് നമ്മൾ ഇങ്ങോട്ട് വരുന്നത്. ഇവിടുന്ന് ഒരു 10 മിനിറ്റ് ദൂരമേ ഉള്ളൂ. കോഴികളക്കുടി എന്നാണ് അതിൻ്റെ പേര്. ഇത് പുകയടിക്കുന്നത് കൊണ്ടാണ് നമുക്ക് കുഴപ്പമില്ല. ഇദ്ദേഹമാണ് ഇതിൻ്റെ പ്രൊപ്പറേറ്റർ രാജു. ഈ കുടിയിലെ ആളാണ്. ഒന്ന് ഇളക്കി ചുമ്മാ ഇളക്കിയാൽ മതി. ഓക്കെ. ഇതിൻ്റെ പേരെന്നാ? കുമ്പ. ഇതിനകത്ത് തന്നെ ഉള്ളത് ചിക്കനും കപ്പയും. ഈറ്റക്കുമ്പമാണ്. കള്ളിപ്പാറ എന്നാണ് സ്ഥലം പേര്. ഇവിടെ എന്താ ചെയ്യുന്നത്? ഈറ്റ എങ്ങനെയാണ് വെട്ടിക്കൊണ്ടുവന്നിട്ടാണ് എല്ലാ ദിവസവും മാത്രമേ ഉള്ളൂ. അതിനകത്ത് വെപ്പിച്ച് ഈ ഈറ്റയ്ക്കകത്ത് വെച്ചിട്ട് വെച്ച് വയ്ക്കുക. തീ എങ്ങനെ കത്തിച്ചിട്ട് മേളി ഇടുവാണോ? തീ കത്തിച്ച് അതിൻ്റെ മണ്ടയ്ക്ക് ഇത് വെച്ചാൽ മതി. ഓക്കെ. പേരെന്നാ? കാരണം ഹലോ, ചിക്കൻ മേടിച്ചില്ലടാ? ചിക്കൻ
കപ്പലോടെ മറ്റേ